ഇതിന് മുൻപൊരു തേപ്പ് കിട്ടിയിട്ടുണ്ട്, കുട്ടി കരഞ്ഞിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. നിലവിലത്തെ അവസ്ഥ എന്താണ്? അതല്ലേ അങ്ങനെ പറഞ്ഞില്ലേ, അവൻ പോയപ്പോ ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഈ ബിഹേവിയർസിന്റെ പറഞ്ഞ തേപ്പല്ല അങ്ങനെ ഈ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ആ വാക്ക് ഉപയോഗിക്കാന്നല്ല, അത് തന്നെ. അത് നമ്മൾ മ്യൂച്വൽ ആയിട്ട് പിരിഞ്ഞു. അങ്ങനെ മ്യൂച്വൽ ആയിട്ട് തേപ്പുള്ളവരുണ്ട്. ഈ മറ്റേ പടത്തിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്, ഓപ്പറേഷൻ ജാനയ്ക്ക് തന്നെ കാണിക്കുന്നുണ്ട് തേപ്പ് എന്താണ്. അതെ, ഇത് സാഹചര്യം കൊണ്ട് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ സത്യം. അത് കഴിഞ്ഞ് ഇമ്മച്ചുവർ ആയിട്ട് പ്രേമിക്കുന്നവർക്കാണ് ഇത് ഇവിടെ എല്ലാ തേപ്പാണ് എന്നൊക്കെ പറയുന്നത്. ഇപ്പത്തെ സാഹചര്യം എന്താണ്? ഇപ്പത്തെ സാഹചര്യം അങ്ങനെ പോകുന്നു. റെഡി ടു മിങ്കിൾ ആണോ? അല്ലല്ല, റെഡി ടു മിങ്കിൾ ഒന്നും അല്ല. സിംഗിൾ ആണോ? റെഡി ടു മിങ്കിൾ അല്ല. അതെന്താണ്? എനിക്ക് എന്നെ തന്നെ നോക്കാൻ സമയം. ഇനി വേറെ ഫോണുകൾ വിളിച്ച് 100 പേര് റെസ്ട്രിക്ഷൻസ്. ഞാൻ ഫോൺ എടുക്കാറില്ല. ഞാൻ ഈ കോളേജിലൊക്കെ ചിലപ്പോ പോകുമ്പോ തന്നെ ഫോൺ മറന്നു പോകും. എനിക്ക് ആകെപ്പാടെ ഫോൺ ആവശ്യമുള്ളൂ. ഒന്നെങ്കിൽ ഊബർ വിളിക്കാനായിരിക്കും, ഇല്ലെങ്കിൽ ജിപേ ചെയ്യാനായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളത് ഞാൻ ഇത് എടുക്കാറുള്ളൂ. ഞാൻ കോളേജിലേക്ക് ചെല്ലുമ്പോഴത്തേനും എടി ആ ഫോൺ എന്താ ഫോട്ടോ എടുക്കുന്നത്, ഞാൻ ഫോൺ ഉണ്ടോന്നില്ല തോന്നുന്നു, ഫോൺ തപ്പുന്നില്ല. എന്റെടി നിനക്കൊക്കെ എന്ത് ഉള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നു, ഫോൺ മാത്രം കൊണ്ടുവരത്തില്ല. അവർക്കൊക്കെ ഭയങ്കര ഇതാ, ലൈക്ക് അവരെന്ത് പറഞ്ഞാലും ഫോൺ എടുക്കും. കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചില സംശയങ്ങൾ ഇപ്പൊ ചോദിക്കാൻ പോവാ. ഫേവറേറ്റ്സിലെ 3 കോണ്ടാക്ടുകൾ ആരൊക്കെയാ, അല്ലെങ്കിൽ വേണ്ട 5 കോണ്ടാക്ട് ആരൊക്കെയാണെന്ന് ഇപ്പൊ പറയും. ഫേവറേറ്റ്സോ? ഫേവറേറ്റ്സ് ഇല്ല അല്ലേ? അല്ലെങ്കിൽ അത് ശരി, ഫ്രീക്വന്റ്ലി കോണ്ടാക്ട് ലാസ്റ്റ് ആയിട്ട് വിളിച്ചാണോ? എങ്കിൽ ലാസ്റ്റ് ആയിട്ട് വിളിച്ച ഒരു 5 കോണ്ടാക്ട് ഇപ്പൊ പറയും. ഇവിടെ കോർഡിനേഷൻ ചെയ്ത ചേച്ചി, പിന്നെ എന്റെ ഊബർ ചേട്ടൻ. ഒന്നുമില്ല, ഞാൻ അല്ലാതെ അനശ്വര നേരത്തെ വിളിച്ച്. പിന്നെ ഇത് മഞ്ജു ചേച്ചി കോർഡിനേറ്റർ വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയാമോ. പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ട്. പിന്നെ റോസ്നായിരുന്നു എന്നെ അവിടെ കൂട്ടാൻ വന്നേ. അപ്പൊ റോസ്നെ 3-4 വർഷം വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഫോണില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് അപ്പൊ ഏതാണ്? ഒന്ന് നെറ്റ്ഫ്ലിക്സ്, പിന്നെ ഊബർ, പിന്നെ ജിപേ, പിന്നെ ഇൻസ്റ്റാഗ്രാം. ഇല്ല, കൃത്യമായിട്ടൊന്നും അല്ല. എനിക്ക് ഇപ്പൊ ഈ പടത്തിന്റെ ഒക്കെ കാര്യം വരുമ്പോഴത്തേന് നമുക്ക് എപ്പോഴും സ്റ്റോറി എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണല്ലോ. അപ്പൊ അതിനു വേണ്ടിട്ട് എപ്പോഴും. ഇൻസ്റ്റാഗ്രാമിൽ ഐ ലവ് യു മെസ്സേജുകൾ വരാറുണ്ടോ? വന്നിട്ടുണ്ട്. ആ മെസ്സേജുകൾക്ക് എന്തെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത് രണ്ടും ബ്ലഷ് ചെയ്യാറുണ്ട്. ഐ ലവ് യു ആയിട്ടല്ല, എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു മെസ്സേജ് ഏതെങ്കിലും അങ്ങനെ നല്ലത് പറഞ്ഞേക്കുന്ന മെസ്സേജുകൾക്ക് എന്തെങ്കിലും മറുപടി അയക്കാറുണ്ടോ? നല്ല ഞാൻ അങ്ങനെ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ കുറെ റിക്വസ്റ്റ് വന്ന് കിടക്കും. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ചിലപ്പോ ഒരു നല്ല മെസ്സേജസ് ലൈക്ക് ഇങ്ങനെ പടം കണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേന് അങ്ങനെ ഞാൻ റിപ്ലൈ താങ്ക് യു പറഞ്ഞിട്ട് റിപ്ലൈ. ഒഴിവുവേളകൾ ആനന്ദകരമാക്കാനായിട്ട് മമിത എന്താണ് ചെയ്യാറുള്ളത്? വെറുതെ ഇരിക്കും. വെറുതെ ഇരിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് ഈ ഒഴിവുവേള എന്ന് പറയുമ്പോ തന്നെ ഹായ് കുറച്ചു നേരം ചുമ്മാ ഇരിക്കാൻ, കുറച്ചേരം ഉറങ്ങാൻ, ആ ഒരു മൈൻഡാണ് ഇപ്പൊ.